ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചൊരു കുഞ്ഞു വീഡിയോയാണ്. എല്ലാവർക്കും എൻ്റെ വീഡിയോകൾ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ മിക്ക ആളുകളും പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഫ്രൂട്ടല്ല, കഴിക്കാൻ കൊള്ളില്ല എന്നൊക്കെയാണ്. പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പരുവമെന്ന് പറയുന്നത് ഇത് ഫുള്ളായിട്ട് ഈ കളർ ഉണ്ടാകണം, നല്ലൊരു പിങ്ക് നിറം ആകും. അതുപോലെ തന്നെ അതിൻ്റെ ഈ ഭാഗം ഒന്ന് ചെറിയ വെടിച്ചണക്ക്, ആ പൂവിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ചെറിയ വെടിപ്പ് ഉണ്ടാവും. ആ വെടിപ്പ് ഉണ്ടാകുമ്പോഴാണ് ഇത് നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് പറിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് നല്ല മധുരം കാണും. നല്ല കളറായിട്ട് പറിച്ചാലും മതി, അപ്പോഴും മധുരം കാണും. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അഭിപ്രായം പറയുന്നവരോട് നമുക്കൊന്നും പറയാനില്ല. നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാന്റ് വെച്ച് അതിൽ നിന്നുണ്ടാകുന്നൊരു ഫ്രൂട്ട് പറിച്ച് കഴിച്ചിട്ട് ആരും ഡ്രാഗൺ ഫ്രൂട്ട് കൊള്ളില്ല എന്ന അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നു, നമ്മൾ ഒരുപാട് ഫ്രൂട്ടുകൾ ഇവിടെ നിന്ന് പറിച്ചത് തന്നെയാണ്. നമ്മളെ ഫ്രൂട്ടുകൾക്കെല്ലാം നല്ല മധുരവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ്. ഇതിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രമേഹത്തെ നിയന്ത്രിക്കാനുമൊക്കെ കൊള്ളാവുന്നൊരു ഫ്രൂട്ടാണ്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കുടലിൻ്റെ ആരോഗ്യത്തിനും ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനുമൊക്കെ ഈ ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ നല്ലതാണെന്നാണ് പറയുന്നത്. പിന്നെ ഇത് പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു ഫ്രൂട്ടാണെങ്കിലും ഇതിൻ്റെ തണ്ടുകൾക്കൊരു മഞ്ഞളിപ്പ് ബാധിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന തണ്ടുകൾ നമ്മൾ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പം ശ്രദ്ധിക്കാതെ ഇരുന്നുകൊണ്ടാണ് ഇത് കൂടുതലായിപ്പോയി. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരുപാട് പരിചരണം വേണ്ടാത്ത ഒരു പ്ലാന്റ് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കെല്ലാവരും ഒരു സ്റ്റമ്പ് നട്ട് നോക്കിയിട്ട് അതിൽ നിന്നൊരു ഫ്രൂട്ട് പറിച്ച് കഴിച്ചിട്ട് നിങ്ങൾ പറയൂ ഇതിൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു.